ഫാമിലി കുറച്ച് പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഊക്കും അയ്യും കൊടുക്കുന്ന രീതിയിൽ എങ്ങനെയാണ് പട്ടുപാവാട ചെയ്യാന്നുള്ളത്. അതിന്റെ വേസ്റ്റ് ബാൻഡ് എങ്ങനെയാ വരാന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്ത് ടേപ്പ് റൗണ്ട് ആയിട്ട് പിടിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്നാണ് പറയുന്നത്. ഒത്തിരി ടൈറ്റ് ആയിട്ടും ഒത്തിരി ലൂസ് ആയിട്ടും ആ ഒരു അളവ് എടുക്കരുത്. നമുക്കൊന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ അഡൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇഞ്ച് വരെ ലൂസ് ആഡ് ചെയ്യാം. അതിൽ കൂടുതൽ ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഞാനൊരു 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആളുടെ അളവ് എന്ന് പറയുന്നത് 28 ആണ്. അപ്പൊ 28 കറക്റ്റ് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്കേർട്ട് ആണ്. പാൻറോൾ ആണ് എടുക്കുന്നത്. ഇത് ഈസി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ടും വാങ്ങിക്കാം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുട്ടീന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 28 ആണ്. അതിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 വയസ്സിന് മുകളിലുള്ള ഏത് ആളുകളും 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 10 വയസ്സിന് താഴെയാണെങ്കിൽ 1.5 കൊടുക്കാം. ഇതിന്റെ ബാക്കിൽ ഒരു ഗ്ലൂ ഉണ്ടാവും, അത് വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. കുറച്ചധികം ഫാബ്രിക് നമ്മൾ എടുക്കുക കേട്ടോ. അതായത് വിഡ്ത്താണ് പറയുന്നത്, കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഈ പാൻറോൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം ഫാബ്രിക് വെച്ചിട്ട് ആ 1/2 ഇഞ്ച് ഫാബ്രിക് ജസ്റ്റ് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് സൈഡിലും 1/2 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. ഈ 1/2 ഇഞ്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പാൻറോളിനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിന്റെ ടോപ്പിൽ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനാണ്, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പാൻറോൾ എൻഡ് ചെയ്യുന്ന ഭാഗത്താണ് സ്റ്റിച്ച് വരിക. അപ്പൊ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചോക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സീം അലവൻസ് വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തയ്ച്ചു വെച്ചിരിക്കുന്ന സ്കേർട്ട് എടുക്കുക. സ്കേർട്ടിന്റെ ചീത്ത ഭാഗമാണ്, നല്ല ഭാഗമല്ല, റോങ് സൈഡ് ആണ് കേട്ടോ. റോങ് സൈഡ് എടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക് വെക്കുന്നുണ്ട്. വെക്കുന്ന സമയത്ത് പാൻറോൾ ഉള്ള ഭാഗമല്ല, പാൻറോൾ ഇല്ലാത്ത ഭാഗമാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ 2 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ 2 ഇഞ്ച് അവിടെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ വിടുക. എന്നിട്ട് ഇതിനൊന്ന് നല്ല ഭാഗത്തേക്ക് എടുത്തതിന് ശേഷം ഈ ഇരിക്കുന്ന സീം അലവൻസുകളൊക്കെ ഈ ഒരു പാൻറോളിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ മുകൾ വശം സ്റ്റിച്ച് ചെയ്തതാണ്. ബാക്കി 3 ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഉള്ളിൽ ഈ പാൻറോൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റഡി ആയിട്ട് അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഹൂക്കും അയ്യും കൊടുക്കണം. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം ഹൂക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കറക്റ്റ് അളവിൽ ആദ്യത്തെ അയ്യ കൊടുക്കുക. കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് നമുക്ക് ആ സ്കേർട്ട് ഇടണമെങ്കിൽ ഒരു അയ്യും കൂടി ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ഇതേപോലെ വെച്ച് കൊടുക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.